ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു സോഷ്യൽ ഇവൻറ്റിന് പോവാണ് ഗായ്സ്. അങ്ങനെയൊക്കെ ഞാനും ഇഷുക്കുട്ടിയൊക്കെ റെഡിയായി കാറ് കയറിയിട്ടുണ്ട്. ഇഷുക്കുട്ടി കണ്ടില്ലേ, അന്ന് നമ്മൾ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് ഗായ്സ്. അവൾക്ക് നന്നായിട്ട് ചേരുന്നില്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പോക്കി ഫോട്ടോ ഒക്കെ എടുക്കുന്ന സെറ്റപ്പായി പോയി. അപ്പോൾ നമ്മുടെ ഇഷുക്കുട്ടി ആ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ എത്തിയ ഉടനെ അവളുടെ കുറേ ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് പപ്പേനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പപ്പ ഇതാണ് സാഹിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു ഫാമിലിയാണ് കേട്ടോ അവർ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി സോഷ്യൽ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെയാണ് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഒരുപാട് സ്റ്റോളുകളാണ്. ഫുഡ് പോയിന്റുകളുണ്ട്, പിന്നെ ടോയ്സിൻ്റെ ഷോപ്പുണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട്, അങ്ങനെ ചെറിയ ചെറിയ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. അവിടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടക്കും. അവിടെ ചെന്നോട്ട് ഞാൻ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് ഐസ്ക്രീം ഷോപ്പിന് മുമ്പ് കയറി ഇരിപ്പായി കേട്ടോ. അങ്ങനെ അവൾക്ക് സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ഓടി പപ്പയുടെ അടുത്ത് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ഞാനൊരു ഫലൂദ ഓർഡർ ചെയ്തതേ. ഇക്കാരുടെ കയ്യിൽ ഫലൂദ പിടിക്കാൻ കൊടുത്തത്. ഇക്ക പകുതിയും കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കുക. അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പിടിച്ച് വാങ്ങി കഴിക്കാൻ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഫലൂദയുടെ ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ ഇവിടെ കിട്ടുന്നതിൽ വെച്ച് നല്ല ഫലൂദയാണ് കേട്ടോ. ഒരു ഓക്കെ ഫലൂദ. 7 മണിയായിട്ട് ഇവിടുത്തെ അന്തരീക്ഷം കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ ഇനി എപ്പോൾ രാത്രി ആവാനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അധികം ആളൊന്നും അന്നേരം വന്നിട്ടില്ലായിരുന്നു കേട്ടോ. 8 മണി വരും ആളുകൾ വരുമ്പോഴത്തേക്കും. പിന്നെ ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചു ഗൈസ്. ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയില്ല. ടേസ്റ്റ് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് അവിടുത്തെ ടോയ് ഷോപ്പ് കേട്ടോ. ഇഷുക്കുട്ടി അവിടെ വന്ന് നിൽപ്പായി, മമ്മ എനിക്ക് ടോയ് വേണമെന്നും പറഞ്ഞിട്ട്. പിന്നെ ട്രെയിനിലത്തേക്ക് ആവശ്യം വരുന്ന ഒരു ബോർഡും പിന്നെ കുറച്ച് ക്ലേ ഒക്കെ വാങ്ങിക്കൊടുത്തു. ട്രെയിനിൽ അതൊക്കെ വെച്ച് കളിച്ച് കുറച്ച് നേരം ഇരിക്കുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ ആക്ച്വലി ഒരു 10 മണി വരെയൊക്കെ പ്രോഗ്രാം ഉണ്ടാവും തോന്നുന്നു. നമ്മളൊരു 8-8:30 മണിയായപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഇത് നേരെ വെജിറ്റബിൾ ഷോപ്പിലോട്ട് വിട്ടു. ഇനി നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് നാരങ്ങയും മാങ്ങയൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. നമ്മുടെ ലെമൺ റൈസ് ഉണ്ടാക്കാനുള്ള നാരങ്ങയും അച്ചാറിടാനുള്ള മാങ്ങയും സവാളയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ ഇപ്പോൾ ഒരു 8-8:30 മണിയായിട്ടുണ്ട് ഗൈസ്. എന്നിട്ടും ചൂടിനൊരു കുറവുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.